ഈ മണിക്കൂറിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ്. LDF കൺവീനർ സ്ഥാനം ഒഴിയാമെന്ന് EP ജയരാജൻ രാജ്യസന്നദ്ധത പാർട്ടിയെ അറിയിച്ചു. പ്രകാശ് ജാവ്ദേക്കർ EP കൂടിക്കാഴ്ച സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യാനിരിക്കെയാണ് നിർണായക നീക്കം. സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് പോയി. സേഫ് സാൻലാബ്ദീനാണ് വിവരങ്ങൾ നൽകാൻ ചേർന്നത്. സേഫ, EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച പാർട്ടിയിൽ തന്നെ ഏറെ അവമതിപ്പുണ്ടാക്കിയ, ഏറെ പ്രതിസന്ധിയിലാക്കിയ ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ രാജ്യസന്നദ്ധത EP അറിയിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ. CPM-നെ സംബന്ധിച്ച് EP ജയരാജനെ സംബന്ധിച്ച് നിർണായക ദിവസമാണ് ഫാരിഷ. ഇന്ന് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് EP ജയരാജൻ, ഇടതുമുന്നണി കൺവീനറാണ്. EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവം അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിൽ വിശദമായ പോലീസ് അന്വേഷണവും നടന്നിട്ടുണ്ട്. പാർട്ടി നേതൃത്വത്തിന് അന്നു മുതൽ തന്നെ ഈ വിഷയത്തിൽ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. ഇടതുമുന്നണിയുടെ കൺവീനറും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ആൾ BJP-യുടെ കേരളത്തിലെ പ്രഭാരിയുമായി എന്തിനു കൂടിക്കാഴ്ച നടത്തി എന്ന ചോദ്യം പൊതുസമൂഹത്തിന് മുന്നിൽ നിന്നടക്കം ആ ദിവസങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി തന്നെ ആ നിലപാടിനെ തള്ളിപ്പറഞ്ഞു. കൂട്ടുകെട്ടുകളിൽ EP ജാഗ്രത പാലിച്ചില്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. പിന്നീട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ പറഞ്ഞിരുന്നു, EP വിഷയം പാർട്ടിക്ക് മുന്നിൽ അടഞ്ഞ അധ്യായമല്ല, പാർട്ടി നേതൃത്വത്തിന്റെ പരിഗണനയിലേക്ക് ആ വിഷയമുണ്ട് എന്നുള്ളത്. CPM-ന്റെ സംഘടനാ കാര്യങ്ങൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. നാളെ മുതൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. CPM-ന്റെ സംഘടനാ രീതി പ്രകാരം ഒരാൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ സമ്മേളന കാലയളവിൽ പാടില്ല. കാരണം സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അച്ചടക്ക നടപടി പാടില്ല എന്നാണ് ഭരണഘടനയിൽ പറയുന്നത്. അതുകൊണ്ട് അച്ചടക്ക നടപടി നേരത്തെ എടുക്കാൻ കഴിയില്ല. 31-ാം തീയതിയാണ് ഇന്ന് തന്നെ ഏതെങ്കിലും തരത്തിൽ സഖാക്കൾക്കെതിരെ നടപടി വേണമെന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ തീരുമാനിക്കേണ്ടതാണ്. ഇതിനിടയിലാണ് EP ജയരാജൻ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാനുള്ള സന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. താൻ രാജിവെക്കാൻ സന്നദ്ധനാണ് എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന ആ വിവരം. ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ അജണ്ടയിലേക്ക് EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച ചർച്ച ചെയ്യാനിരിക്കെയാണ് EP-യുടെ നിർണായക നീക്കം. EP ജയരാജൻ ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം കണ്ണൂരിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ആ അതൃപ്തി കൂടി അദ്ദേഹം പ്രകടമാക്കുകയാണ്. യോഗത്തിൽ പങ്കെടുക്കാത്ത അദ്ദേഹം ആ അതൃപ്തി കൂടി പ്രകടമാക്കുകയാണ്. എന്തായാലും കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിയാനുള്ള സന്നദ്ധത അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അതിന്റെ കൂടുതൽ തീരുമാനങ്ങൾ, അതായത് രാജ്യസന്നദ്ധത അറിയിക്കുമ്പോൾ പാർട്ടി അത് അംഗീകരിച്ചിട്ടുണ്ടോ തുടങ്ങിയ വിശദാംശങ്ങൾ വരും സമയങ്ങളിൽ എന്തായാലും നൽകാൻ കഴിയും. EP ജയരാജൻ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്ന വിവരം ആണിപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായി പങ്കുവെക്കാൻ കഴിയുന്നത്. ഫാരിഷ. ശരി സൈഫ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം. ഈ EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച ചർച്ച ചെയ്യാതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ അടക്കം പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. ബന്ധങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ പോലും മുഖ്യമന്ത്രി പ്രതികരിച്ചിരുന്നത്. ഇതിപ്പോൾ രാജ്യസന്നദ്ധത EP ജയരാജൻ അറിയിച്ചൊരു സാഹചര്യത്തിൽ കൂടി പാർട്ടി എന്ത് നിലപാടെടുക്കാനാണ് കൂടുതൽ സാധ്യതയുള്ളത്? പാർട്ടി രാജി അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം രാജ്യസന്നദ്ധത അദ്ദേഹം അറിയിക്കുമ്പോൾ അതിന് നടപടിയെടുക്കാതിരുന്നാൽ പാർട്ടി അതിനെ ആ വിഷയത്തെ BJP നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ചയെ അതിനെ ലഘൂകരിക്കുന്നു എന്ന തോന്നലുണ്ടാകുമോ എന്ന തരത്തിൽ ചില ചർച്ചകൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാജ്യസന്നദ്ധത അദ്ദേഹം അറിയിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അത് പാർട്ടി അംഗീകരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അത് വേണ്ട എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തിച്ചേരാനുള്ള സാധ്യത കുറവാണ്. ഇത് CPM-ന്റെ സംസ്ഥാന ഘടകത്തിൽ എടുക്കാൻ കഴിയുന്ന നടപടിയാണ്. CPM-ന്റെ സംഘടനാ രീതി പ്രകാരം ഒരാൾ ഏത് കമ്മിറ്റിയിലാണ് ഉള്ളത് ആ കമ്മിറ്റിക്ക് മാത്രമേ അയാൾക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ, സംഘടനാ പ്രകാരമുള്ള നടപടി സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. EP ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെങ്കിൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയാണ് നടപടിയെടുക്കേണ്ടത്. ഇവിടെ സംസ്ഥാന കമ്മിറ്റിക്ക് നടപടിയെടുക്കാൻ കഴിയില്ല. സംസ്ഥാന കമ്മിറ്റിക്ക് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ്. അതാണ് ഒരു രാജ്യസന്നദ്ധതയായ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരുന്നത്. എന്തായാലും വരും സമയങ്ങളിൽ പാർട്ടിയുടെ ഒരു നിർണായക തീരുമാനം, അത് ഔദ്യോഗിക സ്വഭാവത്തിലുള്ള തീരുമാനം വരും എന്ന് തന്നെയാണ് ഈ സമയത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ഇത് ചെറിയ വിഷയമായിട്ടല്ല CPM നേതൃത്വം കാണുന്നത്. BJP-യുടെ പ്രധാനപ്പെട്ട ഒരാളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതും ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അതിന് പിന്നാലെ തന്നെ BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ EP ജയരാജൻ BJP-യിൽ ചേരാൻ വേണ്ടി ഡൽഹിയിൽ എത്തിച്ചേർന്നു എന്ന വെളിപ്പെടുത്തൽ നടത്തുന്നു. EP ജയരാജൻ അതിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സംഘടനാപരത്തിലുള്ള നടപടിയിലേക്കൊന്നും പാർട്ടി നേതൃത്വം കടന്നിരുന്നില്ല. സംഘടനാപരമായ നടപടിക്രമങ്ങളിലേക്ക് കടക്കണം, പാർട്ടി നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കണമെന്ന തീരുമാനം സംസ്ഥാന നേതൃത്വം നേരത്തെ എടുത്തതാണ്. ഇതിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM-ന്റെ സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് മുന്നോടിയായി നടപടി സ്വീകരിക്കണമെന്ന തീരുമാനമെടുത്തു. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു. അതിനുശേഷം 4 മണി മുതൽ 6:30 വരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു. സംഘടനാ കാര്യങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. സംഘടനാ അച്ചടക്ക നടപടികളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഉണ്ടായത്. അതിൽ ഇന്നലെ EP ജയരാജൻ എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ തന്റെ നിലപാടായി പറഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ വിശദാംശങ്ങൾ നമ്മൾ എന്തായാലും എടുക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വരും സമയങ്ങളിൽ പാർട്ടിയുടെ നിർണായക തീരുമാനം, ഈ രാജ്യസന്നദ്ധത അദ്ദേഹം അറിയിച്ച പശ്ചാത്തലത്തിൽ രാജ്യം സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനം അത് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് തന്നെ
വരും സമയങ്ങളിൽ പുറത്തു വരും. രാജി അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത. ആ രാജി അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ BJP നേതാവുമായിട്ടുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തെ അത് പാർട്ടി നേതൃത്വം ഗൗരവ സ്വഭാവത്തിൽ കണ്ടില്ല എന്ന വിമർശനം പൊതുവെ ഉയർന്നു വരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് രാജി അംഗീകരിക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ഫാരിഷ, ശരി, എന്തായാലും സൈഫ തുടരുക. പാർട്ടിയിൽ നിന്നുള്ള തീരുമാനമാണ്. എന്താണ് നേതൃത്വം കൈക്കൊള്ളുന്ന തീരുമാനം ഇ പി ജയരാജന്റെ രാജി സന്നദ്ധതയിൽ എന്നുള്ള കാര്യമാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ ഏറെ നിർണായകമായിട്ടുള്ളത്. കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക് കൂടി ചേരുന്നുണ്ട്. സുനിൽ, ഇ പി ജയരാജൻ LDF കൺവീനർ സ്ഥാനം രാജിവെക്കാൻ ഒരുങ്ങുന്നു അല്ലെങ്കിൽ രാജ്യസന്നദ്ധത അറിയിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഇ പി ജയരാജന്റെ BJP ബന്ധമാണ് ഏറ്റവും ചർച്ചയായിട്ട് ഉള്ള ഒരു കാര്യം. ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലം അതൊന്ന് വിശദീകരിക്കാമോ സുനിൽ? ഫർഷ, BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച നടന്നത് പരസ്യമായി പുറത്തു വന്നതിന് ശേഷമാണ് പാർട്ടി അറിയുന്നത് എന്നതാണ് ജയരാജനെതിരെ ഉന്നയിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം. ഇത് ഗൗരവമുള്ളതാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ജയരാജന്റെ കുടുംബ ഉടമസ്ഥയിലുള്ള വൈദേകം റിസോർട്ട് BJP നേതാവായ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയുമായി ബിസിനസ് പങ്കാളിത്തം ഉണ്ടാക്കുന്നത്. ഇതെല്ലാം പാർട്ടിക്ക് മുന്നിൽ ഒരുപക്ഷെ ജയരാജന് വിശദീകരിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. ഒരുപക്ഷെ ഇന്ന് ഈ വിഷയം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഈ വിഷയങ്ങൾ ജയരാജൻ സ്വാഭാവികമായും പാർട്ടിക്ക് മുമ്പിൽ വിശദീകരിക്കേണ്ടി വരും. അതിനു മുമ്പാണ് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ രാജ്യസന്നദ്ധത അറിയിച്ച് ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ LDFന്റെ കൺവീനർ സ്ഥാനത്ത് തുടരാൻ ഇ പി ജയരാജന് താല്പര്യമില്ല, അല്ലെങ്കിൽ തന്റെ താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ ഒഴിയാനുള്ള സന്നദ്ധത അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു എന്ന് തന്നെ നമുക്ക് ഇപ്പോൾ സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്ന വിവരങ്ങളുണ്ട്. അദ്ദേഹം കണ്ണൂരിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഇനി LDF കൺവീനർ സ്ഥാനത്ത് അദ്ദേഹം തുടരുന്നതിനെതിരെ CPI അടക്കമുള്ള കക്ഷികൾ വലിയ തോതിൽ എതിർപ്പ് നേരത്തെ തന്നെ ഉന്നയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഈ ഫരിഷ സൂചിപ്പിച്ചതുപോലെ വലിയ വിവാദങ്ങൾ ഉണ്ടാവുന്നത്. അതായത് ആദ്യം ഈ വിഷയം ഉന്നയിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. അതായത് CPMന്റെ ഒരു പ്രമുഖ നേതാവ് BJPയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. BJPയുടെ ഒരു പ്രമുഖ കേന്ദ്ര നേതാവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് പേര് വെളിപ്പെടുത്താതെ ശോഭാ സുരേന്ദ്രൻ ഒരു വാർത്താ സമ്മേളനത്തിൽ ആരോപണം ഉന്നയിക്കുകയാണ്. പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേ ദിവസം KPCC അധ്യക്ഷൻ K സുധാകരനാണ് ആ BJP നേതൃത്വവുമായി ചർച്ച നടത്തിയ നേതാവ് ഇ പി ജയരാജനാണെന്നും ഇ പി ജയരാജൻ BJPയിലേക്ക് പോകാൻ ചില കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം BJPയിലേക്ക് പോകുമെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് പ്രകാശ് ജാവ്ദേക്കറുമായിട്ടാണ്. കേരളത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന BJPയുടെ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ച നടത്തിയതെന്ന ആരോപണവും K സുധാകരൻ ഉന്നയിച്ചിരുന്നു. എന്തായാലും അന്ന് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഇ പി ജയരാജനുമായി കൂടിക്കാഴ്ച നടത്താൻ അന്ന് ഈ പ്രകാശ് ജാവ്ദേക്കറിനൊപ്പം ഉണ്ടായിരുന്നത് ദല്ലാൽ നന്ദകുമാറാണ് എന്നൊരു ആരോപണം കൂടി പുറത്തേക്ക് വരുന്നു. ഇതിന് പിന്നാലെ ദല്ലാൽ നന്ദകുമാർ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് ദല്ലാൽ നന്ദകുമാർ സ്ഥിരീകരിക്കുന്നു. പിന്നാലെ ശോഭാ സുരേന്ദ്രനും വാർത്താ സമ്മേളനം നടത്തുന്നു. അത് അത്തരത്തിൽ BJP നേതൃത്വവുമായി ചർച്ച നടത്തിയ CPM നേതാവ് ഇ പി ജയരാജനാണെന്ന് ശോഭാ സുരേന്ദ്രനും തുറന്നു പറയുന്നു. അതോടുകൂടി CPM വലിയ പ്രതിസന്ധിയിലേക്ക് എത്തുന്നു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അത്തരത്തിലൊരു ഗുരുതരമായ വെളിപ്പെടുത്തൽ ആരോപണം LDFന്റെ കൺവീനർക്കെതിരെ ഉയരുന്നത് എന്നതാണ് ഏറ്റവും ഗുരുതരമായ വിഷയം. എന്തായാലും ഇതേ തുടർന്ന് തന്നെ ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു. അതായത് തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ വോട്ട് ചെയ്യാനായി എത്തുന്ന ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് ഇക്കാര്യം സ്ഥിരീകരിക്കുക കൂടി ചെയ്തതോടെ CPM-ഉം LDF-ഉം വലിയ പ്രതിസന്ധിയിലേക്ക് എത്തി. അതായത് അന്ന് ഇ പി ജയരാജൻ വിശദീകരിച്ചത് ജാവ്ദേക്കർ തന്റെ തിരുവനന്തപുരത്തെ മകന്റെ ഫ്ളാറ്റിലെത്തി തന്നെ കണ്ടിരുന്നു. അന്ന് ദല്ലാൽ നന്ദകുമാർ കൂടെ ഉണ്ടായിരുന്നു. തന്നോട് അറിയിക്കാതെയാണ് ഒരു സൗഹൃദ സന്ദർശനം എന്ന നിലയ്ക്കാണ് തന്റെ വീട്ടിൽ വന്നത്. വീട്ടിൽ വന്ന ഒരാളോട് ഇറങ്ങിപ്പോകാൻ പറയാൻ തനിക്ക് കഴിയില്ല. ഒരു 10 മിനിറ്റ് നേരം താനുമായി കൂടിക്കാഴ്ച നടത്തി. ഈ കാര്യങ്ങളൊക്കെ ഇ പി ജയരാജൻ അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലാണ് തുറന്നു പറഞ്ഞത്. ഈ കാര്യങ്ങൾ ഒരുപക്ഷെ അന്ന് ആദ്യമായിട്ടാണ് പാർട്ടി പോലും ഈ വിവരം അറിയുന്നത് എന്നതാണ് CPM-നെ വലിയ തോതിൽ കുഴപ്പത്തിലാക്കിയ വിഷയം. അതിന് പിന്നാലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നു. മുഖ്യമന്ത്രി ഈ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള ഇദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചയെ പൂർണ്ണമായും തള്ളിപ്പറയുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു പ്രയോഗം തന്നെ ആ സമയത്തുണ്ടായിരുന്നു. അതായത് ദല്ലാൽ നന്ദകുമാറിന് ഒപ്പമാണ് അന്ന് ഇ പി ജയരാജനെ കാണാൻ പ്രകാശ് ജാവ്ദേക്കർ എത്തിയത് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വിഷ്ണു പാപിക്കൊപ്പം ചേർന്നാൽ വിഷ്ണുവും പാപിയാകുമെന്ന പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നത് അന്ന് തെരഞ്ഞെടുപ്പിന്റെ അതേ ദിവസം തന്നെയാണ്.
അതായത് പാർട്ടിയിൽ പല ഘട്ടങ്ങളിൽ ഈ വിഷയത്തോടുകൂടി ഇ.പി. ജയരാജൻ വലിയ തോതിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വലിയ തിരിച്ചടികളിൽ അതിനൊരു കാരണങ്ങളിൽ ഒന്നായി പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത്, പ്രത്യേകിച്ച് മുന്നണി വിലയിരുത്തിയിരിക്കുന്നത് ഇ.പി. ജയരാജന്റെ ഈ ബി.ജെ.പി. നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച കൂടിയാണ് എന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിലുള്ള അതൃപ്തി CPI അടക്കമുള്ള കക്ഷികൾ CPM-നെ നേരിട്ട് അറിയിക്കുകയും ചെയ്തതാണ്. അതിനുശേഷവും നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ഇ.പി. ജയരാജൻ LDF-ന്റെ കൺവീനർ എന്ന പദവിയിൽ ഇരിക്കുമ്പോൾ പോലും LDF-ൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം അറിയുന്നില്ല. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള കൂടിയാലോചനകൾ ഇ.പി.യുമായി നടത്തുന്നില്ല എന്ന പരിഭവം ഇ.പി. ജയരാജൻ പല ഘട്ടത്തിലും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പാർട്ടി പരിപാടികളിൽ നിന്ന് തുടർച്ചയായി വിട്ടുനിന്ന ഇ.പി. ജയരാജൻ ഒടുവിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ടതിന് ശേഷമാണ് ഒടുവിലെങ്കിലും പാർട്ടിയുടെ കമ്മിറ്റികളിൽ പോലും പങ്കെടുക്കാൻ തയ്യാറായത് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന നിരവധിയായ ആരോപണങ്ങളുണ്ട്. അതായത് ബി.ജെ.പിയുടെ പ്രമുഖനായ നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥയിലുള്ള കമ്പനിയുമായി ഇ.പി. ജയരാജന്റെ കുടുംബ സ്വത്ത് എന്ന് പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അധീനതയിലുള്ള വൈദേകം റിസോർട്ട് ഒരു ബിസിനസ് കരാർ ഉറപ്പിക്കുന്നു. അത്തരത്തിൽ ബി.ജെ.പിയുമായി ഇ.പി. ജയരാജന് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള പല തരത്തിലുള്ള വാർത്തകളും പുറത്തു വരികയും ചെയ്തിരുന്നു ആ സമയത്ത്. എന്തായാലും ആ ഘട്ടത്തിൽ മുതൽ ഇ.പി. പാർട്ടിയുമായി വലിയ തോതിൽ മാനസികമായി അകന്നിരുന്നു. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമയത്ത് പോലും അദ്ദേഹം കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് അപ്പുറത്തേക്ക് LDF-ന്റെ ഏതെങ്കിലും ഒരു പ്രചരണ പരിപാടിയിൽ പോലും പങ്കെടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനിടയിലാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ആ ചർച്ചയിൽ പങ്കെടുക്കാതെ ഇ.പി. തിരികെ മടങ്ങുന്നു എന്നതിനർത്ഥം ഇ.പി. ജയരാജൻ LDF-ന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള സംഘടനാ നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുമോ എന്നതാണ് കാത്തിരുന്ന് ശരി സുനിൽ,